ഏവർക്കും SB കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് അരീപ്പുറത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ്. നെയ്യാറ്റിൻകര താലൂക്കിൽ പെരുമ്പഴുതൂർ ജംഗ്ഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ നെയ്യാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അരീപ്പുറം ശിവക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. ഈ പ്ലാവിൻ്റെ ചുവട്ടിലിരുന്നാണ് ആദ്യമായി ശ്രീനാരായണൻ SNDP യോഗം നടത്തിയത്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നത് 1888 മാർച്ച് 10 ഒരു ശിവരാത്രി ദിവസമായിരുന്നു. ഈ പുറത്ത് 2 കുന്നുകൾക്കിടയിലൂടെ ഒഴുകുന്ന നെയ്യാറിൻ്റെ തീരത്ത് ഒരു അഗാധമായ കുഴിയിൽ നിന്നാണ് ശ്രീനാരായണൻ ഒരു കല്ലെടുത്ത് ശിവസങ്കല്പമായിട്ട് ഒരു പ്രതിഷ്ഠ നടത്തിയത്. ആ സ്ഥലമാണ് ഇന്നത്തെ അരീപ്പുറം ശിവക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കല്ലെടുത്ത് മുങ്ങാങ്കുഴിയിട്ട് കല്ലെടുത്ത സ്ഥലം ശങ്കരൻകുഴി എന്ന പേരിൽ അറിയപ്പെടുന്നു. 3 മണിക്കൂർ ധ്യാനത്തിന് ശേഷം പുലർച്ചെ 3 മണിക്കാണ് ഗുരു ഈ പ്രതിഷ്ഠ ഇവിടെ നടത്തിയത്. ദ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന ബുദ്ധമതത്തെ ലോകം മുഴുവനും പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഈഴവരെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണഭാഗത്തേക്ക് വന്ന ആര്യന്മാരും സവർണ കോമരങ്ങളായി ഉറഞ്ഞു തുള്ളുന്ന നായർ സമുദായവും ചേർന്ന് രക്തരൂക്ഷിതമായ അടിച്ചമർത്തലിലൂടെ കൈയടക്കി ക്ഷേത്രങ്ങൾ. ബുദ്ധമത വിശ്വാസികളായിരുന്ന ഈഴവരെ അവർണരാക്കി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിഷേധിച്ചു. ഈ ശിവലിംഗ പ്രതിഷ്ഠയുടെ സ്ഥാനത്ത് ഞാനിതാ ഈഴവ ബുദ്ധനെ പ്രതിഷ്ഠിച്ചു എന്ന് ശ്രീനാരായണൻ പറഞ്ഞിരുന്നുവെങ്കിൽ സവർണ കോമരങ്ങൾക്കത് ഏറ്റ അടിയാകുമായിരുന്നു. അത് കേരള ചരിത്രത്തെ തന്നെ ഒരുപക്ഷെ മാറ്റിമറിക്കുമായിരുന്നു. ഇത് എൻ്റെ അഭിപ്രായമാണ്. കാരണം ഈ ദ്രാവിഡ സംസ്കാരമാണിത്. രക്തദാഹികളായ ദേവതകൾ പൂജിക്കുന്നത് ദ്രാവിഡ സംസ്കാരം. ഈഴവർക്കത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഈഴവർ രക്തദാഹികളായ ദേവതകളെയാണ് വെച്ച് പൂജിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പലയിടത്തും ഗുരുവചനങ്ങൾ കാണാൻ കഴിയും. മുറ്റത്ത് 2 മരങ്ങൾ നിൽക്കുന്നു. ഒന്ന് പ്ലാവിൽ നിറയെ ചക്കകൾ കാച്ചിരിക്കുന്നത് കാണാം. മാവിലും നിറയെ മാങ്ങയുണ്ട്. ഇതെന്ത് വൃക്ഷമാണെന്നറിയില്ല. നിറയെ കായകൾ കിടക്കുന്നുണ്ട്. അതിമനോഹരമായി ഇന്ന് ക്ഷേത്ര നവീകരണത്തിൻ്റെ പാതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും സദാചാര ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം. താഴെ ശങ്കരൻകുഴിയിൽ കടവത്ത് മദ്യക്കുപ്പികളുടെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെയും ഒരു കൂമ്പാരം തന്നെ കാണാൻ കഴിയും. പലതും ഞാൻ ഷൂട്ട് ചെയ്യാതെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ വെച്ചൊരു ദുരനുഭവം ഉണ്ടായി. അത് എവിടെയാണെന്ന് ഞാനത് പറഞ്ഞു തരാം. ഇപ്പോൾ ഞാൻ ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ്. ഈ സ്റ്റെപ്സ് ഇറങ്ങിയാണ് താഴെ ശങ്കരൻകുഴിയിലേക്ക് പോകുന്നത്. ശങ്കരൻ കടവിലേക്ക് ശ്രീനാരായണൻ മുങ്ങി എടുത്ത കല്ല് എടുത്ത സ്ഥലം. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് പോകണം. താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ കൽപ്പടവുകളിൽ 2 പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നു. കുറച്ചപ്പുറത്തായിട്ട് ഇവിടെ മദ്യക്കുപ്പികളും സേവകളുമായിട്ട് കുറേ പയ്യന്മാർ ആ പാറയിടുക്കിൽ ആ വെള്ളത്തിൽ കിടന്ന് നീന്തുക. അവരെനിക്ക് ഓഫർ ചെയ്തു വന്നാൽ ഒന്ന് പിടിപ്പിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ സദാചാര ഗുണ്ടകൾ ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. ഇതാണ് ശങ്കരൻ കുഴി. കണ്ടോ? അപ്പോൾ വെള്ളം കുറവാണ്. നെയ്യാർ 2 സൈഡും കുന്നാണ്. ഞാൻ തിരിച്ച് ക്ഷേത്രത്തിൻ്റെ മുറ്റത്തെത്തി. വല്ലാത്ത ചൂട്. ഉച്ചയ്ക്ക് 12 മണിയാണ്. ഇവിടെ വെച്ച് കാഴ്ചകളൊക്കെ നമുക്ക് ഒന്നുകൂടെ കാണാം. ഈ ശ്രീ ഗോകുൽനാഥ് ബുദ്ധനെയാണ് പ്രതിഷ്ഠിച്ചിരുന്നെങ്കിൽ ഞാൻ നവോത്ഥാന നായകൻ ആണ് ശ്രീനാരായണൻ എന്ന് പറയുമായിരുന്നു. കാരണം സവർണ കോമരങ്ങൾക്ക് അത് ഏറ്റ അടിയാകുമായിരുന്നു. പകരം ദ്രാവിഡ സംസ്കാരത്തെയാണ് ശ്രീനാരായണൻ പ്രതിഷ്ഠിച്ചത്. ഇത് ഗുരുമന്ദിരം. അകത്ത് ശ്രീനാരായണൻ്റെ ഒരു കൽപ്രതിമയുണ്ട്. പണി നടക്കുന്നത് കൊണ്ട് ഞാൻ അകത്ത് പോകാൻ എനിക്ക് പറ്റിയില്ല. ഇതോ പണിക്കാർ നടക്കുക അതിനകത്തുകൂടെ. കണ്ടോ? ഇവിടെ അശോകത്തിറ്റിയുണ്ട്, നാഗഗന്ധിയുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, എല്ലാ വൃക്ഷങ്ങളുമുണ്ട്. ഇഷ്ടംപോലെ കാകളും എല്ലാത്തിലും ഉണ്ട്. അങ്ങനെ കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് നേരം ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇനി നമ്മുടെ വീണ്ടും ഞാൻ ശങ്കരൻ കടവിലെത്തി. കണ്ടോ? വെള്ളത്തിൻ്റെ ഒഴുക്കൊന്ന് കാണാൻ. ഇവിടെ എല്ലാം മാലിന്യ കൂമ്പാരങ്ങളായിട്ടിരിക്കുക. ഒരു കാലത്ത് ഇവിടെ എന്ത് വൃത്തിയായിരുന്നു എന്നറിയാം. ശ്രീനാരായണൻ തപസ്സിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്ന ഒരു ഗുഹ ഇവിടെയുണ്ട്. ഈ ആൽമറിച്ചു. ഇന്ന് അവിടെ ചാരായക്കുത്തുകളുടെ ഒരു പ്രധാന ഭൂമിയായിരിക്കും. ഒരു വൃത്തിയും വെടിപ്പുമില്ലാതെ. അതിനിടയിൽ കോളേജ് കുമാരിമാരുടെയും താമരലീലകളും കാണാൻ എനിക്ക് കാണേണ്ടി വന്നു. അത് ഞാനിതിൽ ചിത്രീകരിച്ചില്ല.
കുറവാണ്. വേനൽക്കാലമായതുകൊണ്ട് കണ്ടോ, ശ്രീനാരായണൻ ഈ ഗുഹയ്ക്കകത്തിരുന്നാണ് ധ്യാനിച്ചു നിന്ന് അവിടെ ബോർഡ് എഴുതി വച്ചിരിക്കുന്നത്. ഇന്ന് അതിനകത്ത് വെറും മാലിന്യ കൂമ്പാരമായിരിക്കുക. 1999 കാലഘട്ടങ്ങളിൽ നല്ല വൃത്തിയോടെ വെച്ചിരുന്ന സ്ഥലം. ഈ ആൽമരച്ചോട്ടിൽ അവിടെ ഒരാളിരിപ്പുണ്ട്. ഇതിൻ്റെ മറുവശത്ത് കുറേ കോളേജ് വിദ്യാർത്ഥികൾ ഇരിക്കുന്നുണ്ട്. ഇത് കൊടിതൂക്കി മല കൽപ്പടവുകൾ. സമുദ്രനിരപ്പിൽ നിന്ന് 1000 അടി മുകളിലാണ് ഈ കുന്ന്. 650ഓളം പടികൾ ഇവിടെ ഉണ്ട്. ഒരു കാലത്ത് ഇവിടെ വെറും കല്ലുകളായിരുന്നു. നടന്നു വരാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു. 650 പടികളും ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. ഇവിടെ വെച്ച് എനിക്കൊരു അനുഭവമുണ്ടായി. അത് എന്താണെന്ന് വെച്ചാൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന ഗുരുവചനം ഇവിടെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എനിക്ക് പുറകിൽ കാണുന്ന ആ മണ്ഡപത്തിൽ ഒരു പയ്യൻ മലർന്നു കിടക്കുന്നു. അവൻ്റെ മുകളിൽ ഒരു പെൺകുട്ടി കമന്ന് കിടന്ന് വായിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് ഒരു പെൺകുട്ടി മുലയിൽ ഒരുത്തൻ പിടിച്ച് തടയിക്കൊണ്ട് അവൻ്റെ വലത് കൈയിലെ വിരൽ കൊണ്ട് അവൻ പെണ്ണിൻ്റെ ക്ലിറ്റോറിയസ് തടയി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല കാഴ്ചകളും ഞാൻ കണ്ടു. ഇത് വിജനമായ സ്ഥലമാണ്. ഈ കൺവെൻഷൻ സെൻ്ററിൻ്റെ താഴെ മറ്റൊരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ മടിയിൽ പിടിച്ച് കിടത്തി പേന് കൊല്ലുന്നു. ഇവിടെ വിജനമായ സ്ഥലം. ഇവിടെ SN ട്രസ്റ്റ് പ്രവർത്തകന്മാർ ശ്രദ്ധിക്കാതെ പോയാൽ ഭാവിയിൽ ഇവിടെ വിസ്പറിൻ്റെയും നിരോധകളുടെയും കൂമ്പാരമായി മാറുകയുള്ളൂ. കാരണം ഇവിടെ വെച്ചാണ് ഒരു കോളേജുമാർ എൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയത്. ഇവിടെ കാമകേളികൾ തുടങ്ങുന്നത് രാവിലെ 11 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ. ഈ ഇടനേരത്ത് ഇവിടെ ആരും വരാത്തത് കൊണ്ട് ഈ കോളേജ് കുമാരന്മാർക്കും കുമാരികൾക്കും യഥേഷ്ടം കാമകേളികൾ നടത്താൻ സൗകര്യമുണ്ടാകുന്നു. അത് SN ട്രസ്റ്റ് പ്രവർത്തകർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇതാണ് വ്യൂ പോയിൻ്റ്. എൻ്റെ റിയൽമി C11 എന്ന ഈ സാധാരണ ആൻഡ്രോയിഡ് ഫോണിൽ കാഴ്ചകൾ ഇങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റും. അതുമാത്രമല്ല, ഉച്ചസമയം നല്ല സൂര്യപ്രകാശം. ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു കുടയുമായിട്ടാണ് ഇങ്ങോട്ട് കയറി. അതായിരിക്കുന്നു എൻ്റെ ഒരു കുപ്പി പച്ചവെള്ളവും കുടയും. ഇവിടെ 2 കോവിലുകളുണ്ട്. ഒന്ന് സുബ്രഹ്മണ്യ ക്ഷേത്രവും ഒന്ന് കുമാരി ഗുരു ക്ഷേത്രവും. ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആവണി എന്ന് പറയുന്ന പേരിലറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക. വളരെ ഭംഗിയായി. ഒരു കാലത്ത് ഇവിടെ ഇത്രയൊന്നും പുരോഗമനം ഉണ്ടായിരുന്നില്ല. വെറും മലയായിരുന്നു. കല്ലും പടർപ്പും ഒക്കെ ആയിട്ട് നടന്ന ഒരു സ്ഥലമാണ്. ഇന്ന് അതിമനോഹരമായിരിക്കുന്നു. പക്ഷേ എന്തു ചെയ്യാം, കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും കാമകേളി രംഗമായി ഇത് മാറിയിരിക്കുക. അത് പ്രത്യേകം ഈഴവ സമുദായം ശ്രദ്ധിക്കണം. ഈഴവന്മാരുടെ ചോര കൊണ്ടാണ് സ്വാതന്ത്ര്യം നേടിയത്. ഇവിടെ വന്ന് ആഭാസന്മാരും വേശ്യ പെൺകുട്ടികളും അഴിഞ്ഞാടുകയാണ്. അത് നാളെ ഇവിടെ വിസ്പറിൻ്റെയും കോണ്ടത്തിൻ്റെയും കേദാരഭൂമി ആവാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. ഞാൻ ഈഴവനായതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളെ അറിയിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ വചനങ്ങൾ കാണാൻ കഴിയും. ഞാനൊരു തെറ്റ് പറഞ്ഞു. ഇത് കുമാരഗിരിയാണ് കേട്ടോ. കുമാരഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്, മറ്റൊരു ദേവീ ക്ഷേത്രവുമുണ്ട്. അങ്ങനെ ഞാൻ ഈ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അധിക നേരം ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം ഇത് അവസാനത്തെ കവാടം. കോളേജ് കുമാരന്മാരുടെയും കുമാരിമാരുടെയും വാത്സായന സൂത്ര പഠനത്തിന് ഞാനൊരു തടസ്സമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ക്ഷേത്രങ്ങളെ ഒന്നുകൂടെ കണ്ടേച്ച് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് കുമാരഗിരി ഗുരുക്ഷേത്രമെന്ന്. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. തിരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. കാരണം ഇങ്ങോട്ട് കയറി വരുമ്പോൾ എൻ്റെ മൊബൈൽ പിടിച്ചു വാങ്ങിയിരുന്നു ഒരു കോളേജ് കുമാരൻ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം ഞാൻ നേരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം.